എന്താണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് നോക്കാം. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. അതായത് ഇതൊരു സീക്വൻഷ്യൽ സർക്യൂട്ട് കൂടിയാണ്. എന്ന് വെച്ചാൽ ഇതിന് രണ്ട് സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. ഒന്നുകിൽ 0 ഓർ 1. രണ്ട് സ്റ്റേറ്റിൽ ഇത് 0 അല്ലെങ്കിൽ 1 ബിറ്റിന് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു മെമ്മറി എലമെൻറ്റ് കൂടിയാണ്. നമ്മുടെ ഏതൊരു സീക്വൻഷ്യൽ സർക്യൂട്ടിലെയും ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഒന്ന് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് സെറ്റ് റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അത് നമുക്ക് നാൻഡ് ഗേറ്റ് വെച്ചിട്ടും അതുപോലെ നോർ ഗേറ്റ്സ് വെച്ചിട്ടൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തത് ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, ദെൻ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് മാസ്റ്റർ സ്ലേവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇനി എന്തൊക്കെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അപ്ലിക്കേഷൻസ്? അത് മെമ്മറി സർക്യൂട്ടിൽ യൂസ് ചെയ്യും, അതുപോലെ ലോജിക് കൺട്രോൾ ഡിവൈസസിൽ യൂസ് ചെയ്യുന്നുണ്ട്, കൗണ്ടേഴ്സിലും അതുപോലെ രജിസ്റ്റേഴ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് കൂടി ഇൻപുട്ട് എന്ന് പറയുന്നത് സെറ്റ് റീസെറ്റ്, അതായത് ആറും എസും ആറും, അതാണ് രണ്ട് ഇൻപുട്ടുകൾ. അതോടൊപ്പം തന്നെ നമ്മളൊരു ക്ലോക്ക് സിഗ്നൽ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ട് ഉള്ളത്. അതുപോലെ നമുക്കിതിന് ട്രൂത്ത് ടേബിൾ ഉണ്ട്. ഇൻപുട്ട് കോമ്പിനേഷൻസ് കൊടുക്കുക, അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, ഏത് സ്റ്റേറ്റാണിത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മളിപ്പം പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് 1 by 1 നോക്കാം. അപ്പോൾ ഞാനിത് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനെന്ന് പറയുന്നത്, ഇതിൽ ഇൻപുട്ട് നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നുണ്ടല്ലോ, ഈ ക്ലോക്ക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൾസസ് ആണ്, ഇതുപോലുള്ള പൾസസ് ആണ്. അപ്പോൾ ഈ ഒരു പൾസസ് നമ്മൾ ക്ലോക്ക് സിഗ്നലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഒരു ക്ലോക്ക് പൾസിനകത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിന്നൊരു പൾസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ്, അതായത് റൈസിങ് എഡ്ജും ഉണ്ടായിരിക്കും, അതുപോലെ ഫോളിങ് എഡ്ജും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റൈസിങ് എഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ക്ലോക്ക് എന്നാണ് പറയുക, ഫോളിങ് എഡ്ജിന് നമ്മൾ പറയുന്നത് നെഗറ്റീവ് ക്ലോക്ക് എന്നാണ് പറയുക. അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ ലെവൽ. അപ്പോൾ ഈ ഒരു ഇതിലേതെങ്കിലും ഒന്നുകിൽ ലെവലിംഗ് എഡ്ജ്, അല്ലെങ്കിൽ പോസിറ്റീവ് എഡ്ജ്, അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജ്, ഇതിലേതെങ്കിലുമൊക്കെ ഒരു ഈ പൾസിൻ്റെ ഇതിലേതെങ്കിലും ഒരു സെക്ഷനിൽ വെച്ചിട്ടായിരിക്കും എന്ത് സംഭവിക്കുന്നത്, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ട്രിഗർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളവിടെ അപ്ലൈ ചെയ്യുന്ന ക്ലോക്ക് എന്ന് പറയുന്ന സിഗ്നൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതുപോലുള്ള പൾസാണ്. അപ്പോൾ ഓരോ ക്ലോക്ക് പൾസ് വരുമ്പോഴും ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇങ്ങനെ ചേഞ്ചസ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ക്ലോക്കൊക്കെ എന്തായിരിക്കണം ഒക്കെ ഹൈ ആയിരിക്കണം, അതായത് 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ക്ലോക്ക് എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. നമ്മളങ്ങനെയാണ് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ട്രൂത്ത് ടേബിൾ ആണല്ലോ. സോ ട്രൂത്ത് ടേബിളിൽ രണ്ട് ഇൻപുട്ട് ഉണ്ട്. എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഇൻപുട്ടാണ്, അതുപോലെ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസെറ്റ് ഇൻപുട്ടാണ്. എസ് ഫോർ സെറ്റ് ആൻഡ് ആർ ഫോർ റീസെറ്റ്. അപ്പോൾ നമുക്ക് ഓരോ ഇൻപുട്ടായിട്ട് കൊടുത്തു നോക്കാം. അപ്പോൾ ഇതിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ പറയുമ്പോൾ ക്ലോക്ക് സിഗ്നൽ ഒന്നും അപ്ലൈ ചെയ്യാത്തൊരു കേസാണെങ്കിൽ, ഇവിടെ നമ്മൾ ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ്, ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യുന്നില്ല. കാരണം ഈ സർക്യൂട്ട് മെയിൻലി വർക്ക് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്ന ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നമ്മൾ ക്ലോക്കൊന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ അതിനകത്ത് എന്ത് വരുന്നില്ല, ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഇതിൽ രണ്ട് ഔട്ട്പുട്ടാണുള്ളത്, ക്യൂവും ക്യൂ ബാറും. അതായത് ക്യൂ ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പോൾ ക്യൂവിനകത്ത് 0 ആണെങ്കിൽ ക്യൂ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. ക്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ ക്യൂ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമ്മൾ ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് ഇതിനകത്ത് എന്ത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക ആ വാല്യൂ തന്നെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതൊരു മെമ്മറി എലമെൻ്റ് ആവും. അപ്പോൾ നമ്മളിതിന് മുന്നേ ഏതെങ്കിലും ഒരു വാല്യൂ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. അതിനെയാണ് പ്രീവിയസ് വാല്യൂ, അതാണ് ഈ ഒരു പ്രീവിയസ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിനകത്ത് ഓരോ ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്യാം. പ്രധാനമായിട്ട് ഈ രണ്ട് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഒന്ന് എസ് ഈക്വൽ ടു 0 ആവുന്ന കണ്ടീഷനും ആർ ഈസ് ഈക്വൽ ടു 1 ആവുന്ന കണ്ടീഷനും. അപ്പോൾ നോക്കാം, എസ് ഈക്വൽ ടു 0 ആണ്, ആർ ഈസ് ഈക്വൽ ടു 1 ആണ്. ക്ലോക്ക് എന്തായിരിക്കും, ക്ലോക്ക് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കൊരു നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം. നാൻഡ് ഗേറ്റ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളിൽ ഇപ്പോൾ സപ്പോസ് എയും അതുപോലെ ബിയും ഇൻപുട്ടാണെങ്കിൽ
ഔട്ട്പുട്ട് വൈ ആണ്, അങ്ങനെ വൈ ഒരു ഔട്ട്പുട്ട് ആണെങ്കിൽ എന്താവും വരിക? 0 0 വരുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റിൻ്റെ കേസിൽ 1 ആണ്. ഓക്കെ, 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തായിരിക്കും? 1 ആയിരിക്കും. 1 0യിലും 1 ആയിരിക്കും. 1 1 വരുന്ന സമയത്ത് മാത്രമേ എന്ത് വരുള്ളൂ? 0 വരുള്ളൂ അല്ലേ? ഇതാണ് ഒരു നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എസ് ഈക്വൽ ടു 0 അതുപോലെ ക്ലോക്ക് ഈക്വൽ ടു 1. അപ്പോൾ രണ്ട് ഇൻപുട്ട് ഈ ഒരു ഗേറ്റ് നാൻഡ് ഗേറ്റിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ രണ്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്ന് 0യും ഒന്ന് 1ഉം ആണ്. അപ്പോൾ 0യും 1ഉം കേസ് വരുന്ന കേസിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇവിടെ 1 ആണ് വരിക. അതുപോലെ ഇവിടെ ക്ലോക്കും അതുപോലെ R ഈക്വൽ ടു 1ഉം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 0 ആണ് ഔട്ട്പുട്ട് വരിക. അപ്പോൾ ഇവിടെ എന്ത് വരും? 0 വരും അല്ലേ? ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാൻഡ് ഗേറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എപ്പോഴൊക്കെയാണോ ഒരു ഇൻപുട്ട് 0 വരുന്നത് അപ്പോഴൊക്കെ ഔട്ട്പുട്ട് എന്താണ്? ഹൈ ആണ് അല്ലേ? ഇപ്പോൾ ഫസ്റ്റത്തെ കേസിലാണെങ്കിൽ 0 0 ആയപ്പോൾ ഔട്ട്പുട്ട് 1 വന്നു, അവിടെ 0 ഉണ്ടല്ലോ. അതുപോലെ സെക്കൻഡ് കേസിൽ 0 1 ആകുമ്പോഴും ഔട്ട്പുട്ട് 1 ആണ്, 1 0 ആകുമ്പോഴും ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ നാൻഡ് ഗേറ്റിൻ്റെ കേസിൽ ഇൻപുട്ടിൽ എവിടെയെങ്കിലും ഒരു 0 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സെക്കൻഡ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ഔട്ട്പുട്ടിനകത്ത് എന്ത് വരും? 1 എന്ന് വരും. അപ്പോൾ ഈ ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ 0 വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഈ 1 ആണ് എവിടെ ഫീഡ്ബാക്ക് ചെയ്യുന്നത്? ഇതുപോലെ ഇങ്ങോട്ട് ഒരു കണക്ഷൻ ഉണ്ട്, അപ്പോൾ ഇവിടെയും 1 വരും. ഓക്കെ, അപ്പോൾ ഇനി 1 1 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഔട്ട്പുട്ട് വരുന്നത്? 0. അപ്പോൾ Q ഈക്വൽ ടു 0 അതുപോലെ Q ബാർ ഈക്വൽ ടു 1 എന്നുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ Q ഈക്വൽ ടു 0 Q ബാർ ഈക്വൽ ടു 1 അതാണ് നമുക്ക് കിട്ടിയത്. Q ഈക്വൽ ടു 0 Q ബാർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്താണ്? റീസെറ്റാണ്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇപ്പോൾ എന്തായി? റീസെറ്റായി. ഓക്കെ, അപ്പോൾ അതിൽ വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താകും? അത് 0 ആയിട്ട് മാറും. അതിനാണ് റീസെറ്റ് ആവുക എന്ന് പറയുക. ഈ രീതിയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് കേസിൽ വർക്കിംഗ് വരുന്നത്. ഇനി സെക്കൻഡ് കേസ് നോക്കുക, 1 0 കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എസ് ഈക്വൽ ടു 1ഉം R ഈക്വൽ ടു 0യും കൊടുക്കാം. എസ് ഈക്വൽ ടു 1 കൊടുത്തു, R ഈക്വൽ ടു 0 കൊടുത്തു, ക്ലോക്ക് ഓൾറെഡി 1 ആണ് അല്ലേ? അപ്പോൾ 1 1 നാൻഡ് ഗേറ്റിൽ വരുമ്പോൾ 0 വരും, പിന്നെ 0 1 വരുമ്പോൾ 1 വരും. ഇനി ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ ഈ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആവും എന്നറിയാലോ. അപ്പോൾ ഈ 1 എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്. സോ 1 1 എന്ന് പറഞ്ഞാൽ 0 ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ എന്ത് വരും? ഇവിടെ ഓൾറെഡി 1 കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ സെറ്റ് കണ്ടീഷനാണ്. കണ്ടോ? എസ് ഈക്വൽ ടു 1 R ഈക്വൽ ടു 0 ഔട്ട്പുട്ട് എന്താണ്? സെറ്റായിരിക്കും. അപ്പോൾ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇപ്പോൾ ഏത് വാല്യൂ സ്റ്റോർ ചെയ്യും? എന്താണ്? 1 എന്നുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ വീണ്ടും ഒരു വാല്യൂ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഈ 1 0 എന്നുള്ള വാല്യൂ ഇവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? വീണ്ടും ഇതിലേക്ക് 0 0 ഇൻപുട്ട് കൊടുക്കാൻ പോവുകയാണ്. R ഈക്വൽ ടു 0 അതുപോലെ S ഈക്വൽ ടു 0 ഇൻപുട്ട് കൊടുത്താൽ ക്ലോക്ക് ഹൈ ആണ്. അപ്പോൾ എന്താ ഇവിടെ ഔട്ട്പുട്ട് വരിക? 1 0 വരുമ്പോൾ 1 വരും. ഇവിടെയും എന്ത് വന്നു? 1 വന്നു അല്ലേ? ഇനി ഈ ഒരു 1 ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ആ 1 എങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്തു? ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്താണ് വരിക? 0 ആണ് വരിക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? വീണ്ടും 0 തന്നെ കിട്ടി. ഇനി ഇവിടെയോ ഈ 0 ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 1 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്ത് തന്നെയാവും? 1 ആവും. അപ്പോൾ നിങ്ങൾ ഈ രണ്ടും നോക്കുക. അതായത് നമുക്ക് പ്രീവിയസ്ലി കിട്ടിയിരുന്ന അതേ വാല്യൂ തന്നെയാണ് നമ്മൾ 0 0 ഇട്ടപ്പോഴും ഇവിടെ ഔട്ട്പുട്ടായിട്ട് വന്നത്. അപ്പോൾ എന്താണ്? അതേ വാല്യൂ തന്നെയാണ് അവിടെ വീണ്ടും സ്റ്റോർ ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് 0 0 ഇൻപുട്ട് നമ്മൾ മാറ്റി കൊടുത്താലും അതിൻ്റെ മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ആ ഇൻപുട്ടാണ് അതിൻ്റെ മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ സെറ്റ് കണ്ടീഷനിൽ വെച്ചാലും റീസെറ്റ് കണ്ടീഷനിൽ വെച്ചാലും നമ്മൾ വീണ്ടും 0 0 ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലിപ്പ് ഫ്ലോപ്പിൽ പ്രീവിയസ് വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഒരു മെമ്മറി എലമെൻ്റ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിൽ 1 1 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, അത് ഇൻവാലിഡ് ആണ്, ഫോർബിഡൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ വേറെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് നാൻഡ് ഗേറ്റ് ലാച്ച്, ഇതൊരു ലാച്ചാണ്. അപ്പോൾ അതിൻ്റെ എന്താണ്, അത് നമ്മൾ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇത്രയും പാർട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ലാച്ച് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിലും സെയിം ഇതിൽ വ്യത്യാസമുണ്ട്. S ഈക്വൽ ടു 0 R ഈക്വൽ ടു 0 ആകുമ്പോഴെന്താണ്? ഇൻവാലിഡ് ആണ്. ഇനി സെറ്റ് ആവുന്നത് എപ്പോഴായിരിക്കും? വെൻ S ഈക്വൽ ടു 0 ആൻഡ് R ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം.
വെൻ എസ് ഈക്വൽ ടു 0 അല്ലേ, എസ്സിന് 0 കൊടുത്തു, ആറിന് എന്ത് കൊടുത്തു, 1 കൊടുത്തു. അപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഓൾറെഡി 1 ആവുമല്ലോ. അപ്പോൾ ഈ 1ഉം കൂടി ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ എന്താണ്, ഒരു ലാച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാച്ച് മീൻസ് നമ്മൾ ക്ലോക്ക് സിഗ്നൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, 0യും r ഈക്വൽ ടു 1ഉം ആവുന്ന കേസിൽ, എസ് ഈക്വൽ ടു 0യും r ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് എന്താ വരിക, അപ്പോഴാണ് സെറ്റ് കണ്ടീഷൻ ആവുക. സെറ്റ് കണ്ടീഷൻ ആവുക മീൻസ് എപ്പോഴാണോ q ഈസ് ഈക്വൽ ടു 1 ആവുന്നത് അതിനെയാണ് നമ്മൾ സെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. 1 0 കൊടുത്തേക്കാം. എസ് ഈക്വൽ ടു 1 r ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ് വരിക, ഇവിടെ 0 കിട്ടിയതുകൊണ്ട് ഇവിടെ 1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ 1 എന്ത് ചെയ്തു, ഇങ്ങോട്ട് ഇൻപുട്ടായിട്ട് വന്നു. സോ 1 1 നോക്കിക്കഴിഞ്ഞാൽ 0 കിട്ടി. അപ്പോൾ എന്തായി, നമ്മുടെ q ഔട്ട്പുട്ട് 0 ആയി. അപ്പോൾ റീസെറ്റ് കണ്ടീഷനായി. ഓക്കെ, പിന്നെ ഇതിൽ നോ ചേഞ്ച് കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. 1 1 വരുമ്പോഴാണ് നോ ചേഞ്ച്. അപ്പം 1 ഇവിടെ ഓൾറെഡി 1 നമ്മൾ 1 അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ള വാല്യൂവിന് ഇവിടെ വെച്ചു, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയത് 0യും 1ഉം ആണ്. അപ്പോൾ ഇത് ഇനി മാറുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മളിവിടെ 1 1 ഇട്ട് നോക്കാം. ഓക്കെ, ഇവിടെ 1ഉം ഇവിടെ 1ഉം ഇട്ട്, അതായത് എസ് ഈക്വൽ ടു 1 r ഈക്വൽ ടു 1 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഓൾറെഡി ഇവിടെ ഒരു 0 ഉണ്ട് അല്ലേ. ഈ 0 ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്, ആറിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്തായി, ഒരു 0 ഇൻപുട്ട് വരും. 1ഉം 0 ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, 1 അല്ലേ ഔട്ട്പുട്ട് വരിക. നാൻഡ് ഗേറ്റ് ആണ് അല്ലേ, 1ഉം 0യും കിട്ടിക്കഴിഞ്ഞെങ്കിൽ 1 ഔട്ട്പുട്ട് കിട്ടും. ഇനിയോ ഈ ഒരു 1 അല്ലേ ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്ത് വരുന്നത്, ഈ എസിൻ്റെ ഈ നാൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് ഇവിടെ ഓൾറെഡി 1 വന്നു. ഇനി 1ഉം 1ഉം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് കിട്ടുക. അപ്പോൾ എന്താണ്, ആ പ്രീവിയസ് വാല്യൂ എന്താണോ സെയിം വാല്യൂ എന്ത് ചെയ്തു, ഇവിടെ തന്നെ അത് റീറ്റെയിൻ ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യുന്ന പിന്നെ ഇൻപുട്സ് എന്ന് പറയുന്നത് ഏതാണ്, 1 1 ആണ്. അപ്പോൾ എന്താണ്, നോ ചേഞ്ച് ആണ്, നമ്മുടെ വാല്യൂവിന് എന്ത് വരുന്നില്ല, മാറ്റങ്ങൾ വരുന്നില്ല. ഇതാണ് ലാച്ച് എന്ന് പറയുന്നത്, നാൻ ലാച്ച് എന്ന് പറയുന്നത്, നാൻ ഗേറ്റ് ലാച്ച് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ രണ്ട് രീതിയിലും എങ്ങനെ വേണമെങ്കിലും എന്ത് വരയ്ക്കാനായിട്ട് പറ്റും, ക്ലോക്കിൻ്റെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ, എപ്പോഴൊക്കെയാണോ 1 ഇട്ട് കൊടുക്കുക അപ്പോൾ ആ വരുന്ന ചേഞ്ചസ് ഈ ട്രൂത്ത് ടേബിളിൽ കാണിച്ചു എന്നുള്ളതാണ്. ഓരോ ട്രൂത്ത് ടേബിൾ എന്താണ്, ഇത് പല രീതിയിൽ വരയ്ക്കുന്നതാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ നേരത്തെ വരച്ചത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ മീൻസ് നമ്മൾ ആൻഡ് ഗേറ്റും അതുപോലെ നോർ ഗേറ്റ് വെച്ചിട്ട് വരച്ച് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, ഇതേ ഒരു കണ്ടീഷനിലേക്ക് എത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഈസ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പം JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസിൽ ഇപ്പോൾ 1 1 വന്ന സമയത്ത് അതൊരു ഫോർബിഡൻ കണ്ടീഷനിലേക്ക് പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സ്റ്റേറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയതായിട്ട് വേറെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ആ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, JK ഫ്ലിപ്പ് ഫ്ലോപ്പും പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം JK ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇത് നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിലും കണ്ടതാണ്. ഈ ഒരു ഇത്രയും പോർഷൻസൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യൂ ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് വരച്ചിരിക്കുന്ന 2 നാൻഡ് ഗേറ്റിനും 3 ഇൻപുട്ട് ഉണ്ടായിരിക്കും. ഇത് 3 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ആണ്. ഓക്കെ, ഇതിന് 3 ഇൻപുട്ട് ഉണ്ട്, കണ്ടോ, 3 ഇൻപുട്ട് ഉണ്ട്. ഇനി ഇതിന് എങ്ങനെയൊക്കെയാണ് കണക്ഷൻ വന്നത് നോക്കാം. ഈ ക്യൂ ഔട്ട്പുട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ അതായത് K ഇൻപുട്ട്, അതായത് K ഇൻപുട്ടായിട്ട് വരുന്ന നാൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, Q ആയിരിക്കും. ഓക്കെ, അതുപോലെ Q ബാർ എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, J ഇൻപുട്ടായിട്ട് വരുന്ന നാൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് RS ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുക, അതിനോട് കൂടിയിട്ട് എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക, ഇതിൻ്റെ Jയും Kയും ഇൻപുട്ട് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ അത് ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് വരച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, Q എടുത്തിട്ട് Kയിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കുക, Q ബാർ എടുത്തിട്ട് J വരുന്ന നാൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടായിട്ടും കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് വരയ്ക്കാൻ പറ്റും, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിളും സിമ്പലും ഒക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ട്രൂത്ത് ടേബിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ ക്ലോക്ക് എപ്പോഴും എന്തായിരിക്കണം, ഹൈ തന്നെ ആവണം. ക്ലോക്ക് ഹൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് എന്ത് വരിക, ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ.
അപ്പോൾ ക്ലോക്ക് സിഗ്നൽ എന്ത് ചെയ്യുക, എപ്പോഴും ഹൈ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ജെ കെ ചേഞ്ച് ചെയ്യും. ജെയും കെയും ആണ് ഇവിടെ ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ജെ 0 കെ 0 കണ്ടീഷൻ, പിന്നെ 1 0 കണ്ടീഷൻ, 0 1 കണ്ടീഷൻ, അതുപോലെ 1 1 കണ്ടീഷൻ നേരത്തെ ഇട്ടതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ വർക്കിംഗ് പോലെ തന്നെയാണ്. പക്ഷേ എന്താണ് ഒരു വ്യത്യാസമുള്ളത്, ഇവിടെ ലാസ്റ്റ് കണ്ടീഷനിലാണ്. അതായത് 1 1 വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്, ടോഗിൾ എന്നാണ്. ടോഗിൾ കണ്ടീഷനാണ് കിട്ടുക. ടോഗിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഓണും ഓഫും ആയിട്ട്, അതായത് ഒന്നുകിൽ 0 ആവും, അടുത്ത ഇൻസ്റ്റൻറ്റിൽ 1 ആവും, വീണ്ടും 0 ആവും, അടുത്ത ഇൻസ്റ്റൻറ്റിൽ 1 ആവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ടൊക്കെ അതുപോലെ ഗേറ്റ് വെച്ച് ചെയ്തിട്ട് നമ്മളൊരു ഔട്ട്പുട്ടിൽ ഒരു LED കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ Q ഔട്ട്പുട്ടിലാണ്, ഇതിപ്പോൾ ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ഇതിൻ്റെ Q ഔട്ട്പുട്ടിൽ ഒരു LED കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഒരു LED വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ LED അതായത് 0 1 അല്ലെങ്കിൽ 1 0 1 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരും. അതുതന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോഗിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യും, ഓൺ ഓഫ് ആയിട്ട് വരും LED. അപ്പോൾ ആ രീതിക്കാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്നാലും SR ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലെ എന്താണ് യൂസ്ഫുൾ അല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നില്ല. ടോഗിളായിട്ടാണ് ചേഞ്ച് ആവുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസിൽ. ഓക്കെ. ദെൻ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പും അതുപോലെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സും കൗണ്ടേഴ്സും ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി എന്താ ഇതിൻ്റെ പ്രത്യേകത, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നതിൻ്റെ അതേ അല്ലെങ്കിൽ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പം നോക്കുക, ഇത്രയും നമ്മൾ കാണുന്ന പാർട്ടൊക്കെ എന്ത് തന്നെയാണ്, SR ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെയാണ്. പക്ഷേ എന്താണ് ഡിഫറൻസ് വരുന്നത്, ഇതിനൊരു സിംഗിൾ ഇൻപുട്ടാവും ഉണ്ടാവുക. ഡി എന്നുള്ളൊരു ഇൻപുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡി ഇൻപുട്ടിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു NAND ഗേറ്റ് വഴി കണക്ട് ചെയ്തിട്ട് അടുത്ത NAND ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കുക ചെയ്തത്. എന്നിട്ട് ഫസ്റ്റ് 2 ഇൻപുട്ട് കൂടി ഷോർട്ട് ചെയ്തിട്ട് ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്തു. അത് മാത്രം ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം എന്താണ്, നമ്മൾ വരച്ച SR ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലെ തന്നെയാണ് വരുന്നത്. എന്താ ചേഞ്ച് വരുന്നുള്ളൂ, ഒരു ഇൻപുട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് സിംഗിളായിട്ട് നമ്മൾ ഒരു ഇൻപുട്ട് D എന്ന് മാർക്ക് ചെയ്യുക. ആ ഇൻപുട്ട് എന്ത് ചെയ്യുക, അടുത്ത NAND ഗേറ്റിലേക്ക് നോട്ട് ഗേറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ എന്ത് ചെയ്യുക, ഒരു കോമൺ ഇൻപുട്ടായിട്ട് 2 NAND ഗേറ്റിന് കൂടി ഒരു കോമൺ ഇൻപുട്ട് കൊടുക്കുക. ഇത്രയും അതാണ് നമ്മുടെ ക്ലോക്ക് സിഗ്നൽ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താക്കാം, ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമുക്ക് D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഇതിനൊരു ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അതായത് നമ്മൾ 1 ആണ് ഇപ്പോൾ ഇതിനകത്ത് ഒരു ക്ലോക്ക് സിഗ്നലിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ 1 ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അടുത്ത ക്ലോക്ക് സിഗ്നൽ വന്നു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുള്ളൂ, അത് മാറുള്ളൂ. അതായത് അടുത്തത് 0 ആണ് വരുന്നതെങ്കിൽ ആ 0 സ്റ്റോർ ചെയ്യും. ആ രീതിയിലാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡിയിലൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഡിയിൽ നമ്മൾ വാല്യൂസ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നോ ചേഞ്ച് കണ്ടീഷൻ ആയിരിക്കും. അതായത് മെമ്മറി അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി അപ്പം എപ്പോഴും C ഇൻപുട്ട്, അതായത് ക്ലോക്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്താവണം, 1 ആയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ C ഇൻപുട്ട് നമ്മൾ ഓൾവേസ് 1 ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിയിൽ നമ്മൾ എന്ത് കൊടുത്താലും, ഇപ്പോൾ ഡിയിൽ നമ്മൾ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും, ഔട്ട്പുട്ട് 0 ആയിട്ട് കിട്ടും. ഓക്കെ. ഇനി ഡിയിൽ നമ്മൾ 1 ആണ് കൊടുക്കുന്നതെങ്കിലോ ഔട്ട്പുട്ട് എന്തായിട്ട് വരും, 1 ആയിട്ട് വരും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ C ആണ്. അപ്പോൾ C എപ്പോഴും എന്തായിരിക്കണം, ഹൈ ആയിട്ടിരിക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ C ഇവിടെ ഹൈ ആണ്, ഡിയിൽ കൊടുത്തിരിക്കുന്നത് 0 ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ എന്താണ് സംഭവിക്കുക, ഈ ഒരു NAND ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ 0 കൊടുത്തത് കൊണ്ട് തന്നെ ഇത് 0 1 കേസ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും വരിക, അല്ലേ. അവിടെ 1 കിട്ടി. ഇനി അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഇതിൻ്റെ കേസിൽ എങ്ങനെ വരിക, ഈ 0 മാറിയിട്ട് ഇവിടെ ഒരു ഇൻപുട്ടായിട്ട് 1 ആണ് വരിക, അല്ലെ. ഇവിടെ നോട്ട് ഗേറ്റ് ഉള്ളത് കൊണ്ട് 1 ആണ് കിട്ടിയത്. അപ്പോൾ 1 വരുന്ന സമയത്ത് ഇവിടെ 0 ആയിരിക്കും വരിക. അപ്പോൾ 0 കിട്ടുന്ന സമയത്ത് നമുക്കറിയാം ഇതിൻ്റെ ഔട്ട്പുട്ട്, ഇതിനൊരു ഇൻപുട്ടിൽ 0 വന്നു കഴിഞ്ഞാൽ, AND ഗേറ്റ് ഒരു ഇൻപുട്ടിൽ 1 ഓൾറെഡി 0 വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ വാല്യൂ എന്തായിട്ടോ മാറും. 0 കിട്ടിക്കഴിഞ്ഞെങ്കിൽ എന്തായി, ഔട്ട്പുട്ട് 1 ആയി. ഓക്കെ. അപ്പോൾ ഈ 1ന് ഇനി എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്, അല്ലേ. അപ്പം ഇവിടെയും നമുക്ക് 1 കിട്ടും. അപ്പോൾ
അപ്പം 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ 0 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡി എപ്പോഴാണോ 0 ആവുന്നത് അപ്പോൾ ഔട്ട്പുട്ട് ക്യൂവും എന്തായിരിക്കും 0 ആയിരിക്കും. പിന്നെ ക്യൂ ബാറിൻ്റെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്യൂവിൻ്റെ നേരെ കോംപ്ലിമെൻ്റ് ആയിട്ടാണ് ക്യൂ ബാറിൽ കിട്ടുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഡീൻ്റെ കേസിൽ ഡി 1 ആവുന്ന കേസ് നോക്കാം. ഡി 1 ആണ്, അതുപോലെ സി ഓൾറെഡി 1 ആണ്. ഡി 1 ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 കോംപ്ലിമെൻ്റ് ആണ്, അതായത് 0 ആണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഇൻപുട്ട് 0 ആണ്, ഒരു ഇൻപുട്ട് 1 ആണ്. അപ്പോൾ അതിന് ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക, 1 ആയിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക, ഇതിന് രണ്ടും 1 ആയതുകൊണ്ട് 0 ആണ് കിട്ടുക. ഓക്കെ, ഇനി ഇവിടെ ഓൾറെഡി 0, ഈ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ 0 വന്നതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താവും, 1 ആവും. അപ്പോൾ ആ 1 ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇൻപുട്ട് വന്നാൽ ഔട്ട്പുട്ട് എന്തായി, 0 ആയി. അപ്പോൾ കണ്ടോ, നമ്മൾ ഡിയിൽ 1 കൊടുത്ത സമയത്ത് ക്യൂ എന്ന് പറയുന്നത് എന്തായി മാറി, 1 ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രത്യേകത. അതിൽ ഡിയിൽ എന്താണോ കൊടുക്കുന്നത് അതേ വാല്യൂ തന്നെയാണ് ക്യൂ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കൗണ്ടേഴ്സായിട്ടും അതുപോലെ രജിസ്റ്റേഴ്സൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സി ഇൻപുട്ട് കൊടുക്കാത്ത കേസാണെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള വാല്യൂ എന്താണോ അതവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് വണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ പ്രത്യേകത, ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഇൻവെർട്ടർ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ സമയത്ത് വരച്ച സമയത്ത് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇതേപോലെയും വരയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫുള്ള് നാൻഡ് ഗേറ്റ് വെച്ച് വരച്ചിട്ട് അതിനെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കാൻ പറ്റും. എങ്ങനെ ആക്കാൻ പറ്റുക, നേരത്തെ നമ്മൾ അതായത് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുക. ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ചു കഴിഞ്ഞാൽ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുന്നൊരു ചെറിയൊരു മാറ്റമുണ്ട്. ഇതിൻ്റെ ക്യൂ എന്ന് പറയുന്നതെന്ന് നേരിട്ടാണ് എവിടേക്ക് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്, ഈ നമ്മുടെ ആൻഡ് ഗേറ്റിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ക്യൂ ബാറിന്ന് നേരിട്ടാണ് കണക്ഷൻ ഇങ്ങോട്ടും വന്നിട്ടുള്ളത്. പിന്നെ ടി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഇൻപുട്ടാണ്, അത് ഈ 2 ഇൻപുട്ട് കൂടി ജോയിൻ ചെയ്തിട്ടാണ് ടി എന്നുള്ളൊരു ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റേ കേസ് പോലെ തന്നെ ഒരു കോമൺ ക്ലോക്ക് സിഗ്നലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരയ്ക്കുന്നതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഓൺലി 1 ഇൻപുട്ട് തന്നെയാണ്, പക്ഷേ കൂടെ എന്തുണ്ടായിരിക്കും, ഒരു ക്ലോക്ക് ഇൻപുട്ട് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്, ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് കിട്ടുക. ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 2 ഇൻപുട്ടുകൾ ടൈ ചെയ്തിട്ട് ഒരൊറ്റ ഇൻപുട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടും. അപ്പോൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുക. ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ 2 ഇൻപുട്ടുകൾ ചേർത്തിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ഇത് കൊടുക്കുക. പിന്നെ ക്യൂവും ക്യൂ ബാർ കൊടുക്കുന്ന കണക്ഷൻസ് കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പേരാണ് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയാം. അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും, 0 1 0 1 എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് സിമ്പൽ മീൻസ് എന്താണ്, ഒരു ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും ഉണ്ട്, അതുപോലെ 2 ഔട്ട്പുട്ട് ക്യൂ ബാർ എന്ന് പറഞ്ഞിട്ടൊരു ഔട്ട്പുട്ടുണ്ട്, ഒരു ക്ലോക്ക് സിഗ്നലും കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സിമ്പൽ നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ടി ഈക്വൽ ടു 0 ആണ്, ഇൻപുട്ട് 0 ആണ്, ക്ലോക്ക് എപ്പോഴും നമ്മൾ ഹൈ ആയിട്ട് കൊടുക്കണം. എപ്പോഴാണോ ടി ഈക്വൽ ടു 0 വരുന്നത് അപ്പോൾ അത് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഹോൾഡ് സ്റ്റേറ്റ് ആണ്. പിന്നെ എപ്പോഴാണ് അതിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആവുക, അതായത് ടി ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ, ടി ഇൻപുട്ടിന് 1 കൊടുക്കുന്ന സമയത്ത് ടിയിൽ നമ്മൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും,